ഈ ഒരു സുന്ദര നിമിഷത്തിനായി സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ബാഴ്സലോണയെ ഔട്ട്ക്ലാസ് ചെയ്തു പോയ രാവിൽ ചെൽസി കളം നിറഞ്ഞപ്പോൾ ഓരോ ആരാധകന്റെയും മനസ്സിൽ ഭൂതകാലത്തെ ആ നല്ല ഓർമ്മകൾ മിന്നിമായുന്നുണ്ടാകും. 2 വർഷ ഇടവേളയ്ക്ക് ശേഷം യൂറോപ്യൻ പോരാട്ട വേദിയിലേക്കുള്ള തിരിച്ചുവരവിൽ ബ്ലൂസിന് ഇതിലും മികച്ചൊരു തുടക്കം ലഭിക്കാറില്ല. ഹാൻസി ഫ്ലിക്കിന്റെ അറ്റാക്കിംഗ് ഗെയിമിനെ പൊളിക്കുന്ന എൻസോ മരസ്കയുടെ ടാക്ടിക്കൽ ബ്രില്യൻസ്, അവസരത്തിനൊത്തുയർന്ന് പ്രതിരോധ നിര, മിഡ്ഫീൽഡിൽ കളി കൺട്രോൾ ചെയ്ത് എൻസോ ഫെർണാണ്ടസും മോയിസസ് കൈസേഡോയും, പതിവ് പോലെ തന്റെ റോൾ ഭംഗിയാക്കി കുക്കുറേയ, എല്ലാത്തിനുമൊടുവിൽ ലെമിൻ യമാലിനെ കാഴ്ചക്കാരനാക്കി എസ്തോവോ വില്യന്റെ പകർനാട്ടം. നെഞ്ചിൽ പതിച്ചു കിട്ടിയ ക്ലബ് ലോകകപ്പ് ചാമ്പ്യൻ ബാൻഡിന് എന്തുകൊണ്ട് തങ്ങൾ അർഹരാകുന്നുവെന്ന് എൻസോ മർസ്കയുടെ കളിക്കൂട്ടം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. യെസ് ചെൽസി, ദ പ്രൈഡ് ഓഫ് ലണ്ടൻ, കം ടു ദ പാർട്ടി. റിന്യൂഡ്, റീചാർജ്, റീഫോക്കസ്ഡ്. ചെൽസിക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് തൊട്ടു മുൻപായി ലെമീൻ യമാൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലെ പരാമർശം ഇങ്ങനെയായിരുന്നു: ബ്ലൂസിനെ നേരിടാൻ തയ്യാറാണെന്ന കൃത്യമായ സൂചനയായിരുന്നു കൗമാരക്കാരൻ നൽകിയത്. PSG-ക്കും റയലിനുമെതിരായ മത്സരത്തിന് മുമ്പ് നടത്തിയതിന് സമാനമായൊരു പ്രതികരണം. എസ്താവോ വേഴ്സസ് യമാൽ, ഇംഗ്ലീഷ് സ്പാനിഷ് ബലാബലം ഫുട്ബോൾ സർക്കിളുകളിൽ ഇങ്ങനെയൊരു ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു. നിലവിൽ ലോക ഫുട്ബോളിലെ 2 വിലപിടിപ്പുള്ള ടീനേജർമാർ നേർക്കുനേർ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് ക്ലബിനെതിരെ പന്തു തട്ടാൻ യമാൽ. പന്തിരുള്ളും മുമ്പ് പ്രത്യേകതകൾ നിരവധിയായിരുന്നു. ബേൺലിക്കെതിരായ അവസാന മത്സരത്തിൽ നിന്ന് നിർണായക മാറ്റങ്ങളുമായാണ് ചെൽസി ഇറങ്ങിയത്. സ്ട്രൈക്കറായി പെഡ്രോ നെറ്റോയെ വിന്യസിച്ചുകൊണ്ടുള്ള 4-2-3-1 ഫോർമേഷൻ. ഇരുവിങ്ങുകളിലുമായി എസ്തോവോ വില്യൻ, അലയാൻഡ്രോ ഗർനാച്ചോ കോംബോ. റൈറ്റ് വിംഗ് ബാക്കിൽ മലോ ഗുസ്തോ മടങ്ങിയെത്തിയപ്പോൾ മിഡ്ഫീൽഡിലേക്ക് ചുവടുമാറ്റി നായകൻ റീസ് ജെയിംസ്. PSG-ക്കെതിരെ വിജയകരമായി നടപ്പിലാക്കിയ ഫോർമേഷന്റെ തനിയാവർത്തനം. മറുഭാഗത്ത് ലെവൻഡോവ്സ്കിയെ മുൻനിർത്തിയുള്ള 4-3-3 ശൈലിയിലാണ് ഫ്ലിക്ക് വിശ്വാസമർപ്പിച്ചത്. ഫെറാൻ ടോറസും ലെമീൻ യമാലും മുന്നേറ്റത്തിൽ ഇടം പിടിച്ചപ്പോൾ പെഡ്രിയുടെ അഭാവത്തിൽ എറിക് ഗാർഷിയയായിരുന്നു സെൻട്രൽ മിഡ്ഫീൽഡിൽ. പ്രതിരോധത്തിൽ പൗ കുബാർസി, റൊണാൾഡോ അരോഹോ സഖ്യം. 22-ാം മിനിറ്റിൽ എസ്താവോ നൽകിയ ഫ്രീ കിക്കിൽ നിന്ന് എൻസോ വീണ്ടും കറ്റാലൻ മരയിൽ പന്തെത്തിച്ചെങ്കിലും ഇത്തവണ ഓഫ്സൈഡ് കണയിൽ കുരുങ്ങി. എന്നാൽ 27-ാം മിനിറ്റിൽ ഗ്യാലറി കാത്തിരുന്ന നിമിഷമെത്തി. വലതുവിങ്ങിൽ 2 ബാഴ്സ താരങ്ങൾക്കിടയിലൂടെ ഗർനാച്ചോ കുക്കുറേയക്ക് പന്ത് മറിച്ചു നൽകി. ബോക്സിൽ നിന്ന് സ്പാനിഷ് താരം നീട്ടി നൽകിയ പന്ത് ഫസ്റ്റ് ടച്ചിൽ തന്നെ പെഡ്രോ നെറ്റോ പോസ്റ്റിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും പ്രതിരോധത്തിൽ തട്ടിത്തിരിഞ്ഞു. പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ ബാഴ്സ താരം ജൂൾസ് കോണ്ടേക്ക് പിഴച്ചു. കാലിൽ ഉരസി അബദ്ധത്തിൽ പന്ത് പോസ്റ്റിലേക്ക് ഉരുണ്ടു. ഗോൾ വീണതോടെ ബാഴ്സ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട സംഘമായി കളത്തിൽ. മറുഭാഗത്ത് ചെൽസി ആകട്ടെ നിരന്തര പ്രസ്സിംഗിലൂടെ പന്ത് റിക്കവർ ചെയ്ത് നിരന്തരം ബാഴ്സ പ്രതിരോധത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. 44-ാം മിനിറ്റിൽ ബാഴ്സക്ക് വലിയൊരു തിരിച്ചടിയായി ക്യാപ്റ്റൻ അറോഹോക്ക് ലഭിച്ച ചുവപ്പ് കാർഡ്. ഇടതുവിങ്ങിലൂടെ പന്തുമായി മുന്നേറവേ കുക്കുറയെ അനാവശ്യമായി ഫൗൾ ചെയ്ത താരം 2ാം മഞ്ഞ കാർഡ് വാങ്ങി കളം വിട്ടതോടെ ബാഴ്സയുടെ പോരാട്ടം കൂടിയായിരുന്നു അവിടെ അവസാനിച്ചത്. ഒടുവിൽ ആദ്യ പകുതിക്ക് വിസിൽ മുഴക്കുമ്പോൾ 1 ഗോളിന്റെ ആധിപത്യത്തിലായിരുന്നു ചെൽസി. 2ാം പകുതിയിൽ മലോ ഗുസ്തോയെ പിൻവലിച്ച എൻസോ മരസ്ക മിഡ്ഫീൽഡർ ആന്ദ്രേ സാന്റോസിനെ കൊണ്ടുവന്നു. മറുഭാഗത്തെ ഫെറാൻ ടോറസിനെ പിൻവലിച്ച് മാർക്കസ് റാഷ്ഫോർഡും കളത്തിലിറങ്ങി. 2ാം പകുതിയുടെ തുടക്കത്തിൽ ബ്രസീലിയൻ താരം സാന്റോസിലൂടെ ചെൽസി ഗോൾ നേടിയെങ്കിലും വാർ പരിശോധനയിൽ ഓഫ്സൈഡ് വിധിച്ചത് കറ്റാലൻ സംഘത്തിന് ആശ്വാസമായി. എന്നാൽ 55-ാം മിനിറ്റിൽ ബാഴ്സയുടെ നെഞ്ചു പിളർത്തി എസ്താവോയുടെ ബുള്ളറ്റ് ഗോളെത്തി. മധ്യത്തിൽ നിന്ന് റീസ് ജെയിംസ് നൽകിയ പന്തുമായി ബോക്സിലേക്ക് കുതിച്ചെത്തിയ ബ്രസീലിയൻ കൗമാരക്കാരൻ കുബാർസി, ബാൾഡെ എന്നീ യങ് ബാഴ്സ താരങ്ങളെ സമർത്ഥമായി കവളിപ്പിച്ച് നിറയുതിർത്തു. ഗോൾ കീപ്പർ ഗാർഷ്യക്ക് തലക്ക് മുകളിലൂടെയുള്ള ബുള്ളറ്റ് ഷോട്ട്, ദ ഷൈനിങ് സ്റ്റാർ. ബ്ലൂസിനൊപ്പം ചാമ്പ്യൻസ് ലീഗിലടക്കം തുടരുന്ന മിന്നും ഫോമിന്റെ മറ്റൊരു എക്സിക്യൂഷനായിരുന്നു ആ ഗോൾ. പവർ, ആക്യുറസി, ബോൾ കൺട്രോൾ എല്ലാം നിറഞ്ഞു നിന്നൊരു ബ്രസീലിയൻ ക്ലിനിക്കൽ ഫിനിഷ്. ആരാധകർക്കിടയിലേക്ക് ഓടിയെത്തി 18-കാരൻ ഗോൾ സെലിബ്രേഷൻ നടത്തുമ്പോൾ മറുഭാഗത്ത് നിരാശയോടെ നോക്കി നിൽക്കാനേ ലെമീൻ യമാലിനായുള്ളൂ. കളി കൈവിടുകയാണെന്ന് മനസ്സിലാക്കിയ ഫ്ലിക്ക് അവസാന പ്രതീക്ഷയായി റഫീനയെയും ഡാനി ഓൾമോയെയും കളത്തിലിറക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന ചെൽസിക്ക് മേൽ 10 പേരടങ്ങിയ ബാഴ്സ താരങ്ങൾ പലപ്പോഴും നിരായുധരായി. ഫ്ലിക്കിന്റെ പ്ലാനുകൾ ഓരോന്നായി പാളുന്നതിനാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് സാക്ഷ്യം വഹിച്ചത്. ഒടുവിൽ പകരക്കാരനായി ഇറങ്ങിയ സ്ട്രൈക്കർ ലിയാം ഡെലപ്പിലൂടെ 3ാം ഗോളും അടിച്ച് ചെൽസി മത്സരം സീൽ ചെയ്തു. മാർക്ക് കുക്കുറേയ, PSG-യുടെ ന്യൂനോ മെൻഡസിനും റയലിന്റെ അൽവാരോ കരാറസിനും ശേഷം യമാലിനെ പോക്കറ്റിലാക്കിയ മറ്റൊരു താരം. തുടക്കം മുതൽ യമാലിനെ ഇടം വലം വിടാതെ അക്ഷരാർത്ഥത്തിൽ പൂട്ടുകയായിരുന്നു ഈ സ്പാനിഷ് ലെഫ്റ്റ് വിംഗ് ബാക്ക്. 80 മിനിറ്റ് കളത്തിൽ തുടർന്ന യമാലിന് ചെൽസി ഗോൾ കീപ്പറെ വിറപ്പിക്കുന്ന മികച്ചൊരു നീക്കം പോലും നടത്താനായില്ല. മറുഭാഗത്ത് ചെൽസി നിരയിൽ മറ്റൊരു ടീനേജറുടെ മാസ്മരിക പ്രകടനത്തിനും സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. എലൈറ്റ് പട്ടികയിലേക്കും ഈ മത്സരത്തിൽ 18-കാരൻ നടന്നുകയറി. അരങ്ങേറിയ ആദ്യ 3 മത്സരങ്ങളിലും ഗോൾ നേടുന്ന 3ാമത്തെ കൗമാരക്കാരൻ. എംബാപ്പേക്കും എർലിംഗ് ഹാലൻഡിനൊപ്പമാണ് എസ്താവോയും കസേര വലിച്ചിട്ടത്. 2018 ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയോടേറ്റ 3 ഗോൾ തോൽവിക്കുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു ചെൽസിക്ക് സ്വന്തം തട്ടകത്തിലെ ഈ മിന്നും വിജയം.
എൻസോ മർസ്കയുടെ യങ് നിര എതിരാളികൾക്ക് ചില സൂചനകൾ നൽകി കഴിഞ്ഞു. ഞായറാഴ്ച ആഴ്സണലിനെ നേരിടാനുള്ള ഊർജ്ജം ലഭിച്ചിരിക്കുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ മറ്റൊരു ഹെവിവെയ്റ്റ് പോരാട്ടത്തിനായി കാത്തിരിക്കാം.